സജി ചെറിയാനെതിരായ ഭരണഘടനാ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട കേസ് ഉന്നത ഏജൻസി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ആരോപണ വിധേയൻ സംസ്ഥാന മന്ത്രിയായതിനാൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ചാൽ ശരിയാകില്ലെന്ന് കോടതി. ഭരണഘടനയെ അപമാനിക്കുന്ന പ്രസംഗം മന്ത്രി നടത്തിയിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിലപാട് ശരിയല്ലെന്ന് കോടതി. ഉപയോഗിച്ച വാക്കുകൾ ആദരസൂചകമായി ആണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, സജി ചെറിയാനെതിരായ കേസ് പുനരന്വേഷണം വേണമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി പോലീസ് റിപ്പോർട്ട് അപ്പാടെ തള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. എന്ന് മാത്രമല്ല, ക്രൈംബ്രാഞ്ചിലെ വിശ്വസ്തനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഈ അന്വേഷണം നടത്തണമെന്നും കോടതി പറയുകയുണ്ടായി. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കോടതി കൂട്ടിച്ചേർത്തത്? രോഹിണി, ഈ മല്ലപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ, അതിന്റെ പൊതുയോഗത്തിൽ ഭരണഘടന അവഹേളിച്ചുകൊണ്ട് സജി ചെറിയാൻ നടത്തിയ പ്രസംഗം, അതിൽ തുടരന്വേഷണം വേണമെന്നുള്ള ഉത്തരവിലെ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ആരോപണ വിധേയൻ എന്ന് പറയുന്ന സംസ്ഥാന മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ചാൽ ശരിയാകില്ല എന്നാണ് ഹൈക്കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുകളിലുള്ള ഒരു ഏജൻസി കേസ് അന്വേഷിക്കണം. അതായത് വിശ്വസ്തനായ സത്യസന്ധനായ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണം ഏൽപ്പിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. മാത്രവുമല്ല, ഈ മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴി മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഈ പരിപാടിയിൽ പങ്കെടുത്തവരിൽ ഏറെ പേരും പാർട്ടി പ്രവർത്തകരായതുകൊണ്ട് തന്നെ മന്ത്രിക്ക് അനുകൂലമായിട്ട് പക്ഷപാതപരമായ ഒരു മൊഴിയായിരിക്കും നൽകുക. അത് വിശ്വാസയോഗ്യമായിട്ട് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെയും മൊഴികൾ കേൾക്കണം. അത്തരത്തിൽ മൊഴികൾ കേൾക്കാതെയാണ് പോലീസ് റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തതെന്നുള്ള നിലപാടും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഭരണഘടനയെ അപമാനിക്കുന്ന പ്രസംഗം മന്ത്രി നടത്തിയിട്ടില്ല എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിലപാട് തെറ്റാണെന്ന് ഹൈക്കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രോഹിണി, ശരി. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.